ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പിസ്സ സോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. പിസ്സയിൽ ആഡ് ചെയ്യുന്ന ഈ ഒരു പേസ്റ്റ് കാരണമാണ് കേട്ടോ പിസ്സയ്ക്ക് ഇത്രയും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോവാം. സോസ് ഉണ്ടാക്കാനായി 2 തക്കാളി ഞാൻ എടുത്ത് ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് ഇവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 10 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കാം. തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് നല്ലപോലെ സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. തക്കാളി ഇതാ ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ തന്നെ പേസ്റ്റാക്കി എടുക്കണം. തക്കാളി ഇതാ ഞാൻ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പച്ചമണം പോകുന്നതിന് വേണ്ടിയിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം. അതിനു വേണ്ടി ഗ്യാസ് ഓണാക്കി ഒരു പാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. തക്കാളി വഴറ്റിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, വലിയ ഉള്ളി അരിഞ്ഞതും മൂപ്പിച്ചെടുക്കണം. ഇത് ഞാൻ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പായി വരുമ്പോൾ നമുക്ക് വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മൂപ്പായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയൊക്കെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പുമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ പിസ്സയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇതിൽ പിടിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ബട്ടറാണ് കേട്ടോ. ബട്ടർ എൻ്റെ കയ്യിലില്ലാത്തത് കാരണം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിസ്സ സോസിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പിസ്സ സോസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്കുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.